വയനാട്, ആലത്തൂർ, എറണാകുളം, കൊല്ലം ഈ നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ താമരയ്ക്ക് വേണ്ടി വോട്ടുവേട്ട നടത്താനുള്ള നായാടികളെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് BJP പ്രഖ്യാപിച്ചല്ലോ. ഇടത് വലത് മുന്നണികൾ അവരുടെ വോട്ടുവേട്ടക്കാരെ വളരെ നേരത്തെ തന്നെ ഒരുക്കിയിറക്കിയിരുന്നു. അവരൊക്കെ വേട്ടയാടലും തുടങ്ങിക്കഴിഞ്ഞു. എങ്കിലും ഒഴിച്ചിട്ടിരുന്ന ഇടങ്ങളിൽ കൂടി BJP അവരുടെ വേട്ടക്കാരെ പ്രഖ്യാപിച്ചതോടെയാണ് മുന്നണികൾ തമ്മിലുള്ള ആ വോട്ടുവേട്ട മത്സരം കണ്ടമാനം അങ്ങ് മുറുകിയത്. ഇനിയിപ്പോൾ 3 മുന്നണികളും കൂടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന 60 സ്ഥാനാർത്ഥികൾ അടുത്ത 30 ദിവസം കേരളത്തിലെ സമ്മതിദായകരെ തലങ്ങും വിലങ്ങും നായാടും. പല്ലിളി, കൈകുലുക്ക്, ആശ്ലേഷം മുതലായ പരമ്പരാഗത ആയുധങ്ങൾ കൊണ്ട് നാടിളക്കി അവർ സമ്മതിദായകരെ വേട്ടയാടി അവരുടെ വോട്ട് കവരും. മാതാവിന്റെ മാറിൽ മയങ്ങുന്ന കുട്ടിയെ മാറടക്കം അടർത്തിയെടുത്ത് അതിനെ ലാളിച്ചുകൊണ്ട് നിലവിളിപ്പിക്കുന്ന വിരുദ്ധരെയും നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. സ്വന്തം ജനസേവനാസക്തി സ്വയം ശമിപ്പിക്കാനായി സമ്മതിദായകരുടെ വോട്ടിൽ കണ്ണുവെച്ചുകൊണ്ട് സ്വതന്ത്ര ബുദ്ധിയോടെ നായാട്ടിനിറങ്ങുന്നവരുമുണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും. അവർ പക്ഷേ പൊതുസമൂഹത്തിന് അത്ര കണ്ട് ഭീഷണിയല്ല. തോൽവി ഉറപ്പിച്ചുകൊണ്ട് പോരാടാൻ ഇറങ്ങുന്ന വീരവിഡ്ഢികൾ മാത്രമാണ് അവർ. നമുക്കവരെ തീർച്ചയായിട്ടും അവഗണിക്കാം. പക്ഷേ 3 പ്രബല മുന്നണികളുടെ മുന്നണി പോരാളികളുണ്ടല്ലോ, അവർ നാടിളക്കി നായാടുമെന്നത് അച്ചട്ട്. വീറും വാശിയും അതുപോലെ തന്നെ വിധേയത്വ വാസനയും ഒക്കെ മുറ്റിയ അണികൾ വോട്ടുവേട്ടക്കിറങ്ങുന്ന യജമാനനൊപ്പം വേട്ടപ്പട്ടികളെ പോലെ കാണപ്പെടുകയും ചെയ്യും. കൂടുതൽ വോട്ടുകൾ കൂടയിലാക്കി തങ്ങളുടെ യജമാനനെ ജയിപ്പിക്കാൻ ഏറ്റവും അധികം വിയർക്കുന്നത് അണികളായിട്ടുള്ള വേട്ടനായ്ക്കളാണ്. എന്തു തന്നെയായാലും 60-ൽ 3-ൽ 2 പേരും തോൽക്കാനുള്ളവരാണ്. അതായത് 40 പേരും തോൽക്കും എന്ന് വെച്ചാൽ ഭൂരിപക്ഷവും തോൽക്കും. ജയം എപ്പോഴും ന്യൂനപക്ഷത്തിനാണെന്ന് സാരം. അതുകൊണ്ടാവണം ജയാസക്തരായിട്ടുള്ള നമ്മുടെ ജനസേവന വ്യവസായികൾ എപ്പോഴും ന്യൂനപക്ഷ പ്രേമവുമായി കഴിയുന്നത്, അല്ലേ? ശരി, തമാശ മാറ്റിവെച്ച് കാര്യം പറയാം. അടുത്ത 1 മാസത്തേക്ക് വായ നിറയെ വാഗ്ദാനങ്ങളുമായി സ്ഥാനാർത്ഥി വേഷം കെട്ടിയാടുന്ന ധാരാളം ജനസേവനാസക്തരെ നമുക്ക് കാണാൻ കഴിയും. നാട്ടിലാകെ കാണാൻ കഴിയും. കാണാൻ മാത്രമല്ല, നമുക്ക് അവരുടെ പല്ലുകൾ വരെ കൃത്യമായി എണ്ണിയെടുക്കാൻ പറ്റും. അതായത് അത്രത്തോളം നമ്മളോട് ചേർന്നാവും അവർ അടുത്ത 1 മാസക്കാലത്തേക്ക് സ്വന്തം ജീവിതം കഴിക്കുക. അവനവനെ പോലും വെറും സാധാരണക്കാരനായി അവർ തെറ്റിദ്ധരിപ്പിക്കും. മണ്ണിൽ ചവിട്ടി നടക്കാൻ അവർ ഒട്ടും മടി കാണിക്കില്ല. അവരുടെ ശരീരഭാഷ കണ്ടാൽ ലാളിത്യത്തിന് വിനയത്തിലുണ്ടായിട്ടുള്ള മനുഷ്യജന്മമാണെന്നേ ആർക്കും തോന്നും. ഈ പട്ടിണിപ്പാവങ്ങളുടെ മുന്നിൽ ചെന്നാൽ വിശപ്പാളുന്ന ഒരു ആമാശയമായി അവർ സ്വയം മാറും. നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധിയിൽ അകപ്പെടുത്തുക, നമ്മുടെ നാടിനെ വികസനത്തിന്റെ പിടിയിൽപ്പെടുത്തുക, ഇമാതിരി കാര്യങ്ങൾക്കായി വിയർക്കാൻ നിങ്ങൾ എന്നെ ദയവായി അനുവദിക്കൂ എന്ന യാചന അവരുടെ കണ്ണുകളിൽ കാണാം. എന്തായാലും പൊതുജനം അനുഭവിക്കുന്ന ചൂടിന്റെ പങ്കുപറ്റാനായി വോട്ടുവേട്ടക്കാരുടെ തിരുശരീരങ്ങൾ മത്സരിക്കുന്ന ഒരു മാസമാണ് വരാനിരിക്കുന്നത്. മത്സരത്തിൽ 20 പേർ ജയിക്കും. ജനങ്ങളുടെ പ്രതിനിധിയായി അവർ ദില്ലിയിലേക്ക് പോകും. അതായത് ശമ്പള ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ അനുഭവിക്കാൻ അവർ വിധിക്കപ്പെടുമെന്നർത്ഥം. ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടുന്ന ഭീമമായിട്ടുള്ള പെൻഷന്റെയും വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളുടെയും അവകാശികളുമാണ് പിന്നെ അവർ. ഈ 1 മാസക്കാലം ജനങ്ങളെ കബളിപ്പിച്ചു വിയർത്തതിന്റെ അനന്തരഫലമാണ് അടുത്ത 5 കൊല്ലക്കാലം നീളുന്ന സുഖസുന്ദരവും ആഡംബരപൂർണവും അധികാര നിർവൃതവുമായിട്ടുള്ള ശ്രേഷ്ഠ ജീവിതം. ജനപ്രതിനിധിയായി ചുമതലയേറ്റാൽ അവന്മാരുടെ മട്ടുമാറും. അടുത്ത 5 കൊല്ലത്തെ അഭിനവ ജന്മി ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും അവരുടെ ചിരി പൊതുജനത്തിന് നേരെ വിരിയില്ല. അവരുടെ പല്ലുകൾ പൗരന്മാർ കാണുകയില്ല. അവരുടെ പാദങ്ങളിൽ മണ്ണ് പുരളുകയില്ല. ശീതീകരിച്ച കാറിൽ തൂക്കിയിരിക്കുന്ന തുണിശീലയുടെ മറവിൽ അവറ്റകൾ നമുക്കിടയിലൂടെ പാഞ്ഞു പോകും. സാധാരണക്കാർക്ക് പിന്നെ അവനെ കാണാൻ കിട്ടണമെങ്കിൽ കടമ്പകൾ പലത് കടക്കണം. എങ്കിലും പ്രയാസമാവും. സമ്പത്തും സാമൂഹ്യമൂല്യവും സ്വാധീനശേഷിയും ഇല്ലെങ്കിൽ അവരുടെ അടുത്തെത്താൻ ഒരുവിന് പിന്നെ സാധിക്കില്ല. 5 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യൻ ഇലക്ഷൻ ലീഗ് ആരംഭിക്കും. IEL, ഇന്ത്യൻ ഇലക്ഷൻ ലീഗ് ആരംഭിക്കും. പിന്നെ എല്ലാം ആവർത്തിക്കപ്പെടും. സത്യം പറഞ്ഞാൽ കുറ്റം ഒട്ടും തന്നെ അല്പന്മാരുടെയല്ല. തീർച്ചയായും അത് നമ്മൾ ജനങ്ങളുടെയാണ്. പൊതുജനത്തെ കഴുതയെന്ന് വിശേഷിപ്പിച്ചത് ആരായാലും അയാൾ ഒരു പോങ്ങനായിരിക്കണം. ജനാധിപത്യം എന്താണെന്ന് ആ പോങ്ങൻ വളരെ നന്നായി അറിയുകയും ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് പൊതുജനങ്ങളെ കഴുതയെന്ന് വിളിക്കാൻ ആ മനുഷ്യന് സാധിച്ചത്. കാരണം പണ്ടുകാലത്ത് കഴുതയുടെ പ്രധാനപ്പെട്ട ജോലി വിഴുപ്പ് ചുമക്കലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ കഥകളിലും മറ്റുമൊക്കെ കേട്ടിരിക്കുന്നത്. ധാരാളമായി അത്തരം കഥകൾ, വിഴുപ്പ് ചുമക്കുന്ന കഴുതയുടെ കഥകൾ ധാരാളമായി നമ്മൾക്ക് കേട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കേട്ടിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ പേരിൽ സകല വിഴുപ്പുകളെയും തിരഞ്ഞെടുത്ത് ചുമന്നു നടക്കുന്ന ജനങ്ങൾ കഴുതകളല്ലാതെ പിന്നെന്താണ്? സത്യത്തിൽ ജനപ്രതിനിധികളാണ് ജനങ്ങളെ ചുമക്കേണ്ടത്. സമൃദ്ധിയിലേക്കും സമ്പന്നതയിലേക്കും പുരോഗതിയിലേക്കും ഒക്കെ പൊതുസമൂഹത്തെ ചുമക്കുക എന്ന ചുമതലയാണ് ജനാധിപത്യം ജനപ്രതിനിധികൾക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ജനങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ അർത്ഥം ഒട്ടും തന്നെ അറിയാതെ പോയി. അതുകൊണ്ടാണ്
വിഴുപ്പുകളെ മാത്രം തിരഞ്ഞെടുത്ത് ചുമക്കാൻ ജനങ്ങൾ നിർബന്ധിതരാവുന്നത്. ജനാധിപത്യ ബോധം, പൗരബുദ്ധി, ദേശക്കൂറ്, സാമൂഹ്യ ചിന്ത മുതലായിട്ടുള്ള സദ്ഗുണങ്ങൾ മണ്ടയിൽ പേറുന്ന ജനങ്ങളുടെ എണ്ണം പൊതുസമൂഹത്തിൽ വളരെ കുറവായതാണ് ജനപ്രതിനിധികളുടെ ജീവിതത്തെ സമൃദ്ധിയിലേക്കും സമ്പന്നതയിലേക്കും ചുമക്കുന്ന കഴുതകളായി പൊതുജനം മാറാൻ കാരണം. അടുത്ത 5 കൊല്ലത്തേക്ക് തങ്ങളുടെ യജമാനൻ ആരായിരിക്കണമെന്നും വരുന്ന 5 കൊല്ലക്കാലം ആര് നാട് കൊള്ളയടിക്കണമെന്നും നിശ്ചയിക്കാനുള്ള അവകാശമല്ല ജനാധിപത്യത്തിലൂടെ രാജ്യം പൗരന്മാർക്ക് നൽകുന്നത്. അല്ലെങ്കിൽ ആ അവകാശത്തെ വിനിയോഗിക്കാനുള്ള അവസരമല്ല തിരഞ്ഞെടുപ്പ്. ഏറ്റവും മികച്ച രീതിയിൽ വാഗ്ദാന ലംഘനം നടത്താൻ പ്രാപ്തിയുള്ളവരെ കണ്ടെത്താനുള്ള കളിയുമല്ല തിരഞ്ഞെടുപ്പ്. ഏറ്റവും സമർത്ഥമായി തങ്ങളെ കബളിപ്പിക്കുന്നവരെയാണ് മലയാളികൾ ജനപ്രതിനിധിയായി നിലവിൽ തിരഞ്ഞെടുത്തു വരുന്നത്. അതിന് മാറ്റമുണ്ടാവണം. കബളിപ്പിക്കൽ ശേഷിയേക്കാൾ സ്ഥാനാർത്ഥിയുടെ കാര്യപ്രാപ്തിക്ക് പ്രാധാന്യം തീർച്ചയായിട്ടും നൽകണം. പൊതുസമൂഹത്തെ ഒന്നാകെ നിസ്വാർത്ഥമായി സേവിക്കാനുള്ള മാനസിക സാഹചര്യം വച്ചു പുലർത്തുന്ന മനുഷ്യരെ ജനപ്രതിനിധികളാക്കാനുള്ള ബുദ്ധി പൊതുസമൂഹം കാണിക്കാതെ ഈ നാട് നന്നാവില്ല. സ്വജാതിക്കാരനാണോ, നമ്മുടേതുമായി സ്ഥാനാർത്ഥിക്ക് മതപ്പൊരുത്തമുണ്ടോ എന്നൊക്കെ നോക്കി ജനപ്രതിനിധികളെ നിയോഗിച്ചാൽ കഴുത എന്ന വിളിയും കേട്ടുകൊണ്ട് നരകിച്ച് ചാകാനേ പൊതുജനത്തിന് കഴിയൂ, എക്കാലവും കഴിയൂ. വെള്ളക്കാരായിട്ടുള്ള കൊള്ളക്കാരിൽ നിന്നും പൗരജീവിതത്തെ നാട്ടുകാരായിട്ടുള്ള കൊള്ളക്കാരുടെ കീഴിലേക്ക് പറിച്ചു നടുന്നതല്ല ജനാധിപത്യം. അതുകൊണ്ട് മാത്രം നമ്മൾ സ്വതന്ത്രരായിട്ടുള്ള ഒരു ജനസമൂഹം ആകുന്നുമില്ല. വിദേശികളിൽ നിന്നും നാട് കൊള്ളയടിക്കാനുള്ള അവകാശം നാട്ടുകാർ നേടിയെടുത്തിട്ട് 77 വർഷങ്ങളായി. ഇതിനിടയിൽ ഏതാണ്ട് 50 കൊല്ലത്തോളം കോൺഗ്രസിന്റെ വികസിപ്പിക്കലിന് കീഴിലായിരുന്നു ഈ രാജ്യം. 14 കൊല്ലത്തോളം BJP ഭരിച്ചു. മിച്ചമുള്ള കാലം ജനതാദളും അതിന്റെ വകഭേദങ്ങളും കൂടി ഭരിച്ചു. എന്തായാലും തിരഞ്ഞെടുപ്പ് സംബന്ധിയായിട്ടുള്ള പോങ്ങന്റെ ആദ്യ ഓർമ്മ തുടങ്ങുന്നത് വികസനം എന്ന വാക്കിലാണ്. വോട്ടവകാശം കിട്ടി ആദ്യമായി പോങ്ങൻ സമ്മതിദാനം നിർവഹിക്കുന്ന തിരഞ്ഞെടുപ്പിലും ഉയർന്നു കേട്ടത് നാടിനെ വികസിപ്പിക്കും എന്ന ഭീഷണിയാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ അതേ ഭീഷണി വചനം തന്നെയാണ് ഒരു യാചന പോലെ മുഴങ്ങുന്നത്. വികസനം പകരാൻ അവസരം തരൂ. ഇങ്ങനെയാണ് മുന്നണികൾ മൂന്നും വിലപിക്കുന്നത്. പോങ്ങന്റെ അതിശയം ഒന്നേ ഒന്ന് മാത്രം. വികസനത്തിന് പോലും സ്വല്പം പുരോഗതി നൽകാൻ ഇവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ജീവിതത്തിനും കുടുംബാംഗങ്ങളുടെ ക്ഷേമത്തിനും വരാനിരിക്കുന്ന അവരുടെ തലമുറകൾക്കും വേണ്ട വികസനം, അത് പകരാനാണ് അവരെല്ലാം അവസരം യാചിക്കുന്നത്. ലഭിച്ച അവസരങ്ങൾ അവരാരും പാഴാക്കിയുമില്ല. ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. എമ്പടി കണക്കിന് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. പൊതുപ്രവർത്തനം കൊണ്ട് ദരിദ്രനാരായണനായി പോയിട്ടുള്ള ഒരു ജനസേവന വ്യവസായിയും പോങ്ങൻ ഇതുവരെ കണ്ടിട്ടില്ല. രാഷ്ട്രീയത്തിലിറങ്ങി നശിച്ചു പോയിട്ടുള്ള ഒരുത്തനുമില്ല കേരളത്തിൽ. ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. കണ്ടമാനം വികസനം അവർ തരപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇതൊന്നും പോരാഞ്ഞ് തുടർ വികസിപ്പിക്കലിന് അവർ അവസരം യാചിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒട്ടും തന്നെ നാണം കൂടാതെ, ആത്മനിന്ദയുടെ ലാഞ്ചന പോലും പ്രകടിപ്പിക്കാതെ. നാട് വികസിക്കണമെങ്കിൽ സ്വന്തം വികസനത്തിനായി അധ്വാനിക്കുന്നവരെ തിരഞ്ഞെടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ സ്വയം വികസിക്കാൻ കഴിയുന്നവരെയല്ല, നാടിന് പുരോഗതി പകരാൻ അല്ലെങ്കിൽ നാടിനെ വികസിപ്പിക്കാൻ പ്രാപ്തരായവരെ ആ പണി ഏൽപ്പിക്കാനുള്ള ബോധം പൊതുസമൂഹം കാണിക്കണം. എങ്കിലേ നാട് നന്നാവൂ. അതിന് യോഗ്യരായിട്ടുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ അത്തരം ആളുകൾ മത്സരാർത്ഥികളിൽ ഉണ്ടാവണം. ദൗർഭാഗ്യവശാൽ മുന്നണികൾ വച്ച് നീട്ടുന്നവരിൽ നിന്ന് മാത്രമേ തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് ഇന്ന് അവകാശമുള്ളൂ, അല്ലെങ്കിൽ അവസരമുള്ളൂ. ആദ്യം ആ രീതിക്കാണ് മാറ്റം ഉണ്ടാവേണ്ടത്. ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ ആരെല്ലാം മത്സരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പാർട്ടി നേതൃത്വത്തിനാവരുത്, അല്ലെങ്കിൽ പാർട്ടിയിലെ 1-2 നേതാക്കൾക്കായി അത് ചുരുങ്ങരുത്. പകരം അതാത് പാർട്ടികളിലെ അണികൾക്കാവണം അതിനുള്ള അധികാരം. അണികൾ തിരഞ്ഞെടുക്കുന്ന മത്സരാർത്ഥികളെ പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പാർട്ടികൾ ശുപാർശ ചെയ്യണം. മുന്നണികൾ നിർത്തിയിരിക്കുന്ന മത്സരാർത്ഥികളിൽ നിന്ന് ഏറ്റവും യോഗ്യനായിട്ടുള്ള പ്രാപ്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കക്ഷി രാഷ്ട്രീയമോ ജാതി ചിന്തയോ മതപ്പൊരുത്തമോ നോക്കാതെ പൊതുസമൂഹം തിരഞ്ഞെടുക്കുകയും വേണം. അങ്ങനെയായാൽ ഈ സമൂഹത്തെ സേവിക്കാനായി കുറെയൊക്കെ നല്ല ആളുകളെ നാടിന് ലഭിച്ചേക്കാം. അല്ലാത്ത പക്ഷം വിഴുപ്പ് ചുമക്കുന്ന കഴുതകളായി പൊതുസമൂഹത്തിന് എക്കാലവും കഴിയേണ്ടി വരും. പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥിയെ ചുമക്കേണ്ട ഗതി അണികൾക്കുണ്ടാവുമ്പോൾ അപ്പോൾ തുടങ്ങുന്നതാണ് അടിമത്വത്തിന്റെ ആചരണം, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ശോഷണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത പിണുങ്ങാണ്ടിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള അടിമക്കണ്ണരായി സഖാക്കൾ മാറിയത് നമ്മൾ കാണണം. എത്രയോ നല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് ഒതുക്കപ്പെട്ടും ഇല്ലാതാക്കപ്പെട്ടും പോയത്. ഒരൊറ്റ മനുഷ്യന്റെ സ്വാർത്ഥ ബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യ ബോധത്തിലുള്ള കുറവ് കൊണ്ട് ഒരു വലിയ ജനത അടിമകളായി മാറിയെങ്കിൽ അതിന് പിന്നിൽ ആ പാർട്ടിയുടെ അല്ലെങ്കിൽ അണികളുടെ ജനാധിപത്യ പരിചയത്തിന്റെ അഭാവം മാത്രമാണ് കാരണമാകുന്നത്. അതുവഴി ഉണ്ടാവുന്ന ദോഷം പക്ഷെ ആ പാർട്ടിക്ക് മാത്രമല്ല, നാടിനാകെയാണ്. ആദർശശുദ്ധിയും
സേവന സന്നദ്ധതയും നിസ്വാർത്ഥ മനോഭാവവും ഒക്കെയുള്ള പൊതുപ്രവർത്തകരെ സാമൂഹ്യ വിപത്തുകളായി ഗണിക്കുന്ന പാർട്ടികളും അല്ലെങ്കിൽ നേതാക്കന്മാരും അത്തരം ആളുകളെ വിഡ്ഢികളായി കണ്ടുകൂട്ടുന്ന അണികളും കൂടി ചേരുമ്പോൾ ദുർബലമാകുന്നത് ജനാധിപത്യമാണ്. ഒരു പാർട്ടിയുടെ മാത്രം കാര്യമല്ല, ഏത് പാർട്ടിയും ജനാധിപത്യത്തിന്റെ കീഴിലാവണം പ്രവർത്തിക്കേണ്ടത്. അണികൾ അടിമകളും പൊതുജനം കഴുതകളുമാവാതിരുന്നാലേ നാട് പുരോഗമിക്കൂ. നമ്മുടെ ഈ സമൂഹം പരിഷ്കൃതമാവൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സമൂഹം പരിഷ്കൃതമാവൂ. എന്തായാലും ഏപ്രിൽ 26 മലയാളികൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഈ രാജ്യത്തെ പൗരർ എന്ന നിലയിൽ കൈവശമുള്ള ഒരു വോട്ട് വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ദാനം ചെയ്യും. ഒരു കാര്യം ആളുകൾ മനസ്സിൽ വെച്ചാൽ വളരെ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ പോകലുണ്ട്. കൈവശം ഇരിക്കുന്നത് ഒരൊറ്റ വോട്ടേ ഉള്ളൂ, പക്ഷെ അതിന് വിധിക്കാനുള്ള കഴിവുണ്ട്. സ്ഥാനാർത്ഥിയുടെ വിജയമോ പരാജയമോ അല്ല, സ്വന്തം വിധിയാണ് അത് വിധിക്കുന്നത്. മഹത്തായിട്ടുള്ള നമ്മുടെ ജനാധിപത്യം ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് അതാണ്. സ്വന്തം വിധി സ്വയം വിധിക്കാനുള്ള അവസരം. ആ ഒരു ഓർമ്മയോടെ വിധേയത്വത്തിന്റെ സകല ഭാരങ്ങളും അഴിച്ചുവെച്ച് സ്വതന്ത്ര ബുദ്ധിയോടുകൂടി സ്വന്തം വിധി എഴുതാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഏതായാലും പോങ്ങൻ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ആരെയും ജയിപ്പിക്കാനല്ല, എന്നെ തോൽപ്പിക്കാതിരിക്കാനാണ്, അല്ലെങ്കിൽ ഈ നാടിനെ ജയിപ്പിക്കാനാണ്. പൗരന്മാരുടെ അടിമ ബുദ്ധി മാറാതെ ജനാധിപത്യത്തിന് അഭിമാനത്തോടുകൂടി നമ്മുടെ നാട്ടിൽ കഴിയാൻ പറ്റില്ലെന്ന ബോധ്യം ഈ പോങ്ങനുണ്ട്. അതുകൊണ്ട് ആര് ജയിക്കണമെന്നല്ല, ആരാണ് തോൽക്കേണ്ടതെന്നാണ് നമ്മൾ ഇനി തീരുമാനിക്കേണ്ടത്. ആര് തോറ്റാലാണ് നാടിന് പുരോഗതി കൈവരിക? ആര് തോറ്റാലാണ് ജനാധിപത്യം ജയിക്കുക? ആര് തോറ്റാലാണ് സമൂഹത്തിൽ സമാധാനം സാധ്യമാകുക? ആര് തോറ്റാലാണ് ആളുകൾക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുക? ഇത്രയും ചോദ്യങ്ങൾക്കെങ്കിലും ശരിയായി ഉത്തരം നൽകാൻ നമ്മുടെ വിരൽത്തുമ്പിന് സാധിച്ചാൽ നമ്മൾ ജയിക്കും. നിങ്ങളുടെ ജാതിക്കാരനെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും നേട്ടം അതുവഴി തരപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? എനിക്ക് വിശ്വാസമില്ല. മുഖതാവിലൊന്ന് ആവലാതി പറയണമെന്ന് തോന്നിയാൽ പോലും സ്വജാതിക്കാരൻ എന്നതിന്റെ സൗജന്യത്തിൽ ആർക്കും ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയിൽ നിന്ന് കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി പോലും തരപ്പെടുമെന്ന് പോങ്ങനെ തോന്നുന്നില്ല. വോട്ട് കിട്ടാൻ ചിലപ്പോൾ ചെവിയിൽ ജാതി പറഞ്ഞ് മൂപ്പിച്ചേക്കും നമ്മുടെയൊക്കെ. വോട്ട് കിട്ടി ജയിച്ചു പോയാൽ പിന്നെ അവർക്ക് മനസ്സിൽ 2 ജാതിയുണ്ടാവൂ. ഒന്ന് അധികാരി എന്ന അവരുടെ ജാതി, 2 അടിയാളന്മാരെന്ന നമ്മുടെ ജാതി. അത്രയേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ജാതിയും മതപ്പൊരുത്തവും ഒക്കെ നോക്കി സ്വന്തം വോട്ടുദാന ശേഷി വിനിയോഗിക്കുന്നവർ വിഡ്ഢികൾ മാത്രമാണെന്നാണ് പോങ്ങന്റെ പക്ഷം. അല്ലെങ്കിൽ അത്രേ ഇക്കാര്യത്തിൽ പോങ്ങന് പറയാനുള്ളൂ. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ മൃഷ്ടാന ഭോജനം നടത്തുമ്പോൾ അത്താഴ പഷ്ണിക്കാരനായിട്ടുള്ള ഒരു നാരായണീയന്റെ വിശപ്പ് മാറുന്നില്ലെങ്കിൽ, സുകുമാരൻ നായരുടെ കീശയിൽ നിറയുന്ന കാശ് പാവപ്പെട്ട ഒരു നായരുടെ ദാരിദ്ര്യത്തെ മായ്ക്കുന്നില്ലെങ്കിൽ, അതുപോലെ പുന്നല ശ്രീകുമാർ കുടിക്കുന്ന വെള്ളം ആ മനുഷ്യന്റെ സമുദായത്തിൽപ്പെട്ട മറ്റൊരാളുടെയും ദാഹം ശമിപ്പിക്കുന്നില്ലെങ്കിൽ, ഓർക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്: ജാതിപ്രേമം ശുദ്ധ ഭോഷ്കാണ്. മതം കൊണ്ട് മതമുതലാളിമാർക്കും ജാതി കൊണ്ട് ജാതി കച്ചവടക്കാർക്കും മാത്രമേ പ്രയോജനമുള്ളൂ. ഒരുപക്ഷെ അവർക്കൊപ്പം വിനീത വിധേയരായിരിക്കുന്ന അടിമ ബുദ്ധർക്കും എന്തെങ്കിലും കിട്ടിയേക്കാം. അങ്ങനെയുള്ളപ്പോൾ സാധാരണ മനുഷ്യർ ഈ വക പോക്കണം കേടുമായി നടക്കുന്നത് മണ്ടത്തരമല്ലാതെ മറ്റെന്താണ്? തിരഞ്ഞെടുപ്പിൽ ജാതിയും മതവും ചാലിക്കുന്നത് നിർത്താൻ പറ്റിയേക്കില്ല. പക്ഷെ അത്തരം സ്വാർത്ഥ ബുദ്ധരുടെ കൗശലത്തിൽ വീണ് വിഡ്ഢിയാവാതിരിക്കാനുള്ള വിവേകം പൊതുജനങ്ങൾ കൈക്കൊണ്ടാൽ ഈ സ്ഥിതിക്കെല്ലാം മാറ്റം വരും, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ കഴിയും. തൽക്കാലം അതൊക്കെ പോട്ടെ. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ 20 നിയോജക മണ്ഡലങ്ങളിലും തോൽക്കേണ്ടവരെ ഒന്ന് തിരഞ്ഞെടുത്താലോ? അല്ലെങ്കിൽ സ്വന്തം തോൽവി കൊണ്ട് നമ്മളെ ജയിപ്പിക്കാൻ ആർക്കൊക്കെ കഴിയുമെന്നൊന്ന് പരിശോധിച്ചാലോ? ആലോചിക്കാവുന്ന സംഗതിയല്ലേ? എങ്കിൽ തെക്കുനിന്നും നമുക്ക് വടക്കോട്ട് പോകാം. അങ്ങനെയായാൽ ജനാധിപത്യത്തെ നമ്മൾ പോങ്ങന്മാർ തെക്കോട്ടെടുത്തുവെന്ന് ആരും പറയില്ലല്ലോ, അല്ലേ? അപ്പോൾ ആദ്യം നമ്മുടെ തിരുവനന്തപുരം. ശ്രീമാന്മാരായിട്ടുള്ള ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ, പന്ന്യൻ രവീന്ദ്രൻ, ഇവരിൽ 2ഉം 3ഉം സ്ഥാനങ്ങളിലേക്ക് വിജയിച്ചു പോകേണ്ടവർ ആരൊക്കെയാണ്? എന്തുകൊണ്ട് അങ്ങനെ ആവണം? കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചാൽ അത് വളരെ നന്നായിരുന്നു. എന്തായാലും പോങ്ങന്റെ അഭിപ്രായം അടുത്ത വീഡിയോയിലൂടെ പോങ്ങൻ അറിയിക്കാം. അതിനു മുന്നേ ചെറിയൊരു സംഗതി. 2005 ഈ പോങ്ങൻ വോട്ട് ചെയ്തത് ശ്രീ പന്ന്യൻ രവീന്ദ്രനായിരുന്നു. അന്ന് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. മാന്യനും മര്യാദക്കാരനും ആദർശ ശുദ്ധിയുള്ളവനുമായിട്ടുള്ള
പന്യൻ സഖാവിനോട് പോങ്ങൻ ഇന്നും സ്നേഹാദരങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 78 വയസ്സിന്റെ പ്രായസമ്പത്തുള്ള പന്യൻ സഖാവ് ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് വിജയിച്ചിറങ്ങണമെന്നാണ് പോങ്ങന്റെ ആഗ്രഹം. ഇത്തവണ പന്യൻ ജയിച്ചാൽ അത് പൊതുജനത്തിന്റെ അല്ല, ജനാധിപത്യത്തിന്റെ തന്നെ തോൽവിയാവും. അങ്ങനെ ഒരു പേരുദോഷം അർഹിക്കുന്നത്ര പന്നനല്ല നമ്മുടെ പന്യൻ സഖാവ്. 3ാം സ്ഥാനം തീർച്ചയായും അദ്ദേഹം അർഹിക്കുന്നുണ്ട്. പിന്നെ ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ, ഇവരിൽ ആരുടെ തോൽവിയാവും പൊതുജനത്തെ വിജയിപ്പിക്കുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ പോങ്ങൻ കാത്തിരിക്കുന്നു. അതിനുശേഷം പോങ്ങന്റെ അഭിപ്രായം തീർച്ചയായും പോങ്ങൻ പങ്കിടാം. സ്നേഹം. അതുപോലെ നിങ്ങൾ ആരും ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യരുത്. കാരണം നിങ്ങളെ സദാ സംതൃപ്തിപ്പെടുത്താനുള്ള പാങ് ഈ പോങ്ങനില്ല. ആളുകളെ അതിവേഗം വെറുപ്പിക്കാനുള്ള ഒരു പ്രത്യേക വളരെ സവിശേഷമായിട്ടുള്ള ഒരു വിരുത് പോങ്ങനുണ്ടെന്നും പറയാം. ആരെങ്കിലും എന്നെ പിരിഞ്ഞു പോയാൽ എനിക്കത് വളരെ മനപ്രയാസം നൽകുന്നൊരു കാര്യമാണ്. കൂടെ ചേർന്നാലല്ലേ കൂട്ടുപിരിയേണ്ടി വരൂ. പിരിഞ്ഞു പോകാനായി ആരും തന്നെ കൂടെ ചേരേണ്ടതില്ല എന്നാണ് പോങ്ങൻ പറഞ്ഞത്. സബ്സ്ക്രൈബ് ചെയ്യാൻ കൊള്ളുന്ന ഒരുപാട് ചാനലുകൾ നമ്മുടെ ഈ മലയാളത്തിലുണ്ട്. പോങ്ങ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഒരുപക്ഷെ എന്നെ ദഹിക്കുകയുള്ളൂ. അത്തരക്കാർ പക്ഷെ വളരെ വളരെ അപൂർവമാണ് താനും. വീഡിയോ കാണാൻ നിങ്ങൾ കാണിക്കുന്ന ഈ സന്മനസ് തന്നെ വളരെ വലിയ അനുഗ്രഹമായാണ് പോങ്ങൻ കൂട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും കാണാം.